സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരുന്നതിനൊപ്പം വേനൽ മഴയും സജീവമാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിലാണ് വേനൽ മഴ ഉണ്ടാകാൻ സാധ്യത. 11 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഷെഫീദ് റാവുത്തർ ചേരുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് ഷെഫീദ് റാവുത്തർ, വിവരങ്ങൾ അപ്ഡേറ്റ്സ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് കടുത്ത വേനൽ തുടരുകയാണ്. അതിനിടെയാണ് ആശ്വാസകരമായി മഴയുണ്ടാകുമെന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതായത് തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷനിൽ പറയുന്ന കാര്യം. മാത്രവുമല്ല, നാളെയും മറ്റന്നാളും ഏപ്രിൽ 18, 19 തീയതികളിൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 2 ജില്ലകൾക്കും യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.2 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും ഈ 2 ജില്ലകളിൽ എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഈ മാസം 20 വരെ സംസ്ഥാനത്താകെ നേരിയ തോതിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട്. അതേസമയം ഈ 11 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും അതേപോലെ തന്നെ തീരപ്രദേശത്തിന് താഴ്ന്ന ഇടങ്ങളിലും കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. ലക്ഷദ്വീപ് തീരത്ത് മീൻപിടുത്തത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഷെഫീദ് റാവുത്തർ.